നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചെന്ന പരാതിയിൽ നടന്മാർക്കെതിരെ കേസെടുത്ത വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ദിവസങ്ങൾക്ക് മുൻപാണ് സിനിമാ സീരിയൽ നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെ നടിയുടെ പരാതിയിൽ കേസെടുത്തത്. സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് കേസ്. ഒരാളാണ് ലൈംഗിക അതിക്രമം നടത്തിയത്, മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കെതിരെ ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ ഉപ്പുമുളകും, മറിമായം, ചക്കപ്പഴം തുടങ്ങിയ സിറ്റ്കോമുകളുടെ ആരാധകർക്കും അതൊരു വലിയ ഞെട്ടലായിരുന്നു. ശ്രീകുമാറും ബിജു സോപാനവും പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. ആദ്യമായാണ് ഇത്തരമൊരു കേസും വിവാദവും ഇരുവരുടെയും പേരിൽ വരുന്നത്. ഇരുവരുടെയും ആരാധകരിൽ ഏറെയും കുടുംബ പ്രേക്ഷകരുമാണ്. ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെ ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കുന്നുവെന്നാണ് വിവരം. ആദ്യമായാണ് ഇരുവർക്കുമെതിരെ ഇത്തരമൊരു ആരോപണം ഉണ്ടാകുന്നത്. കേസും വിവാദവും വന്ന ശേഷം ഇരുവരും മൗനമായിരുന്നു. ആരോപണം തള്ളിക്കൊണ്ടോ സ്വന്തം ഭാഗം വിശദീകരിച്ചുകൊണ്ടോ ഒന്നും തന്നെ രംഗത്തെത്തിയിരുന്നില്ല. ഭർത്താവ് SP ശ്രീകുമാറിനെതിരെ ആരോപണം വന്നപ്പോൾ ഭാര്യയും നടിയുമായ സ്നേഹ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുമായി എത്തിയിരുന്നു. ആരോപണങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും എപ്പോഴും ഭർത്താവിനെ പിന്തുണച്ച് നിൽക്കുന്നുവെന്നും പറയാതെ പറയുന്ന തരത്തിലുള്ളതായിരുന്നു പോസ്റ്റ്. ഇപ്പോഴത്തെ കേസും വിവാദവും എല്ലാം ഒന്ന് കെട്ടടങ്ങിയ സാഹചര്യത്തിൽ ആദ്യമായ ഒരു പോസ്റ്റ് പങ്കുവച്ചെത്തിയിരിക്കുകയാണ് SP ശ്രീകുമാർ. ഭാര്യ സ്നേഹയ്ക്കൊപ്പമുള്ള കപ്പിൾ ഫോട്ടോ പങ്കുവച്ച് ഞങ്ങൾ എന്നാണ് ശ്രീകുമാർ കുറിച്ചത്. ഭാര്യ സ്നേഹയ്ക്കൊപ്പമുള്ള കപ്പിൾ ഫോട്ടോ പങ്കുവച്ച് ഞങ്ങൾ എന്നാണ് ശ്രീകുമാർ കുറിച്ചത്. ഒപ്പം ഭാര്യയെ ടാഗ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്റെ ശക്തി, എന്റെ പെണ്ണ്, സ്ട്രോങ് ഫാമിലി എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളും ഒപ്പം ചേർത്തിരുന്നു. എല്ലാവരും കുറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ തന്നെ മനസ്സിലാക്കി വിശ്വസിച്ച് ഒപ്പം നിന്നതും നിൽക്കുന്നതും ഭാര്യ സ്നേഹയാണെന്ന് ശ്രീകുമാർ പറയാതെ പറയുന്നത് പോലെയായിരുന്നു പോസ്റ്റ്. എല്ലാ പ്രതിസന്ധിയിലും പരസ്പരം താങ്ങായും തണലായും നിൽക്കുന്ന ഇരുവരോടുമുള്ള സ്നേഹം അറിയിച്ച് സിനിമ സീരിയൽ താരങ്ങളെല്ലാം കമന്റുകൾ കുറിച്ചു. ചുവന്ന ഹാർട്ട് ഷേപ്പിലുള്ള ഇമോജികളാണ് സ്നേഹയുടെയും ശ്രീകുമാറിന്റെയും കപ്പിൾ ഫോട്ടോയ്ക്ക് കമന്റായി നടി വീണ നായർ കുറിച്ചത്. സുരഭി ലക്ഷ്മി, നടി വരദ, നടി ശ്രുതി രജനീകാന്ത് തുടങ്ങിയവരും ചിത്രത്തിന് സ്നേഹം അറിയിച്ചെത്തി. അതേസമയം സ്നേഹ ഭർത്താവിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന തരത്തിലും കമന്റുകൾ വന്നു. ശ്രീകുമാറിന്റെ പേരിൽ ലൈംഗിക അതിക്രമ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ സ്നേഹയ്ക്ക് വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. 2019 സ്നേഹയുടെയും ശ്രീകുമാറിന്റെയും വിവാഹം നടന്നത്. ഇരുവരും ഒരുമിച്ച് മറിമായം സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. ഇരുവരും ഒരു ആൺകുഞ്ഞിന്റെ മാതാപിതാക്കളാണ്. ചാനൽ ഷോകളിലൂടെയും മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയും അഭിനയത്തിലേക്ക് എത്തിയ ശ്രീകുമാറിനെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് മെമ്മറീസ് എന്ന സിനിമയിൽ വില്ലൻ വേഷം ചെയ്ത ശേഷമാണ്. അതേസമയം കേസ് വലിയ രീതിയിൽ വിവാദവും ചർച്ചയുമാകുമ്പോൾ ശ്രീകുമാറിന്റെ ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റും ഏറെ ചർച്ചയായിരുന്നു. ശ്രീകുമാറിനൊപ്പം പ്രണയാർദ്രമായി നിൽക്കുന്ന ചിത്രമാണ് സ്നേഹ പങ്കിട്ടത്. ഞങ്ങൾ എന്നാണ് ഫോട്ടോയ്ക്ക് സ്നേഹ നൽകിയ ക്യാപ്ഷൻ. പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും വിമർശിച്ചും പരിഹസിച്ചുമെല്ലാം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കെട്ടുവൻ പെട്ടുവല്ലേ, കാര്യങ്ങൾ അറിയാനിട്ട പോസ്റ്റാണോ എന്നാണ് ഒരാൾ ചോദിച്ചിരുന്നത്. US-ലാണോ എന്ന് കാണിക്കാൻ ഇട്ടതാണോ, അവിടെ പോകുന്നതിന് മുൻപായിരിക്കും ഇവൻ ഇങ്ങനെ ചെയ്തത് അല്ലെ എന്നിങ്ങനെ സർക്കാസം കലർത്തിയുള്ള കമന്റുകളുമുണ്ട്. ഒന്നും ഏശിലെന്ന് ഉറപ്പായി, സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്നിങ്ങനെയും കമന്റുകളുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെ മനോവീര്യത്തെ തകർക്കാൻ ഒപ്പമുള്ളവർ ഒരു പീഡന പരാതി നൽകിയാൽ മതി, ഇതാവണം ഭാര്യ, പ്രൗഡ് ഓഫ് യു എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വന്ന കമന്റുകൾ. സ്നേഹയും ശ്രീകുമാറിനെ പോലെ തന്നെ അഭിനയത്തിൽ സജീവമാണ്. യൂട്യൂബ് ചാനലുമായും നടി സജീവമാണ്. അടുത്തിടെയായിരുന്നു ഇരുവരുടെയും 5ാം വിവാഹ വാർഷികം നടന്നത്. 2019 ഇരുവരും വിവാഹിതരാകുന്നത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്.